തക്കാളിക്കറി വെക്കുക കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചു, പിന്നെ കടുക് ഇട്ടു, പിന്നെ സവോള ഇട്ടു. അത് കഴിഞ്ഞിട്ട് സവോള ഒന്ന് ചെറുതായി വഴണ്ടാൽ മതി. അതിന് ശേഷം നമ്മുടെ തക്കാളി, കഥാനായകനായ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിങ്ങനെ നന്നായി ഒന്ന് വഴണ്ട് ഉടഞ്ഞ് വരണം, അതുവരെ വഴറ്റണം കേട്ടോ. അത് വഴറ്റിയ ശേഷം പിന്നെ അത് വഴണം കുറച്ച് സമയം വേണ്ടേ, അത് കട്ട് ചെയ്തിട്ട് പിന്നെ അത് പിന്നെ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴും ഇതിനോട് യോജിച്ച് വരുമോ? അത് യൂട്യൂബൊക്കെ എടുക്കുന്നവർക്ക് അറിയില്ലേ, ഞാൻ പഠിക്കും പതുക്കെ പതുക്കെ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പോരാട്ടോ, കുറച്ചും കൂടി വഴണ്ട് വരണം. അതിന് ശേഷം നമ്മൾ എല്ലാ ഐശ്വര്യത്തിൻ്റെയും തുടക്കമായ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, അതെപ്പോഴും കറിയിൽ കുറച്ച് ആദ്യം ഇടും മഞ്ഞപ്പൊടി. അപ്പോൾ മഞ്ഞളിടുമ്പോൾ ഒരു ഐശ്വര്യമായി, എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിലും അതവിടെ പോകുന്നുള്ള എൻ്റെ വിശ്വാസം. അപ്പോൾ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ അതിന് ശേഷം സാധാരണ മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടിയല്ല. കാശ്മീരി മുളക് പൊടി ഉണ്ട്, ഞാനത് കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, അത് കറി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. അതിന് ശേഷം ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടതാണ്. ഞങ്ങൾ ഈ എന്താണ് മറ്റേ ഇന്ദുപ്പ പോലത്തെ ഈ റോസ് കളർ ഉപ്പാട്ടോ ഉപയോഗിക്കുക. ഹസ്ബൻഡിന് കുറച്ച് BP ഒക്കെ ഉണ്ട്, അപ്പം നമ്മൾ വിചാരിക്കുകയും ഈ സാധാരണ ഉപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഇന്ദുപ്പാണ് കുറച്ച് ഉപയോഗിക്കുന്നത്. ഞാനിത്തിരി ഉപ്പെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തീ കൂടിയപ്പോൾ അടി കരിയുന്നു കണ്ടില്ലേ. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഉടഞ്ഞ് ഒന്ന് ചൂടായി ഉടഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കുക. വേവിച്ച ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലാണ് അതിൻ്റെ ശൈലി. ഇപ്പം തേങ്ങൻ്റെ ഒരു ടൈറ്റ് കാരണം ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് ഒഴിക്കാൻ വിചാരിച്ചു. ആ തേങ്ങൻ്റെ പാല് എടുത്തു കഴിഞ്ഞിട്ടുള്ള ചണ്ടിയില്ലേ, അതും കൂടെ എന്തിനാ കളയുന്നത് തോന്നിയിട്ട് ഇതിൽ ഒഴിക്കാൻ വിചാരിച്ചു. തേങ്ങാപ്പാലാണ് കുറച്ചും കൂടെ നല്ലത്. നല്ല മഷി പോലെ അരച്ച് ചേർത്താണെങ്കിൽ തേങ്ങാപ്പാൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ തേങ്ങ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ. ആദ്യം അത് വേകട്ടെ. അത് വെന്ത ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ച് അരച്ചത് ഒഴിച്ച് നല്ലോണം തിളച്ച് മല്ലിയില തൂക്കിയിട്ട് ഓഫാക്കിയ നല്ല തക്കാളിക്കറി റെഡിയാവും കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ കാണിക്കാം. അത് കട്ടായിട്ട് വേറെ വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഓക്കെ, ബൈ. നല്ല തക്കാളിക്കറിയും മധുരക്കിഴങ്ങ് ഉപ്പേരിയാണ് ഇന്നത്തെ എൻ്റെ കറി. ഇന്ന് ഉപ്പേരി മധുരക്കിഴങ്ങല്ലേ, മധുരക്കിഴങ്ങ് പൊരിയല, എങ്ങനെയൊക്കെയാണ് പറയുക, പല വിധം ഉണ്ടല്ലോ. ഓരോരുത്തർ പൊരിയൽ പറയും, ഓരോരുത്തർ ഇങ്ങനെ പറയും. അയ്യോ വെന്ത് കൂടിയാ, വെന്ത് കൂടിയിട്ടോ മധുരക്കിഴങ്ങ്. എന്താവോ മസാലക്കറി പോലെ ആവുമെന്തോ അറിയില്ല. ഒരു വിസിലിൽ ഞാൻ ഓഫ് ചെയ്തു. ഇനി വറുത്ത് സവോളയൊക്കെ ഇട്ട് താളിച്ചിട്ട് അത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പൊരിയൽ പോലെ ആക്കി വെക്കണം. ഉടഞ്ഞു തോന്നുന്നു അല്ലേ. ഓക്കെ, എന്നാൽ ബൈ.